മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ ചിത്രീകരിച്ച അതേ വിഷയം തന്നെ ഞങ്ങൾ ഇന്നും വീണ്ടും ചർച്ചയ്ക്കെടുക്കുകയാണ്. തീർച്ചയായിട്ടും അർഹമായൊരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയത്തിന് മുൻപിലാണ് ഇന്ന് മാറ്റുലി സംഘം എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രദേശവാസികളുടെ ആശങ്കയാണ്. ആ ആശങ്കയാണ് ഇന്ന് ഞങ്ങൾ അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും തുടർ ചർച്ചകൾ കാണുക. ഈ ഒരു വിഷയം അധികാരികൾ അർഹമായൊരു പ്രാധാന്യം കൊടുക്കട്ടെ എന്ന് തന്നെയാണ് മാറ്റുലി ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും. അപ്പോൾ ചർച്ചയിലേക്ക് സ്വാഗതം. സ്വാഭാവികമായിട്ടും ഒരു വിഷയം ഒരു പ്രദേശത്ത് വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പഠനം നടത്തണം, ഒരു പരിസ്ഥിതിപരമായിട്ട് പഠനം നടത്തണം. സ്വാഭാവികമായിട്ടും ആ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകളുമായിട്ടൊരു സ്നേഹ സംവാദമെങ്കിലും നടത്തണം. ഒപ്പം തന്നെ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി പഠന വിധേയമായിട്ടായിരിക്കണം പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരാനായിട്ട്. ആ പദ്ധതി വന്നു കഴിയുമ്പോൾ ഈ പ്രദേശത്ത് ഒരു പക്ഷേ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പഠന വിധേയമാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ഇവിടെ വന്നിരുന്ന ഓരോ വ്യക്തികളും പറയുന്നത്. ഇത്തരമൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുഴ ഇല്ലാതാവും, ജനവാസത്തിനും അത് ബുദ്ധിമുട്ടാവും, ഒടുവിൽ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭംഗം നൽകുന്ന രീതിയിലേക്ക് എത്തും. ഇതല്ലേ യഥാർത്ഥ വസ്തുത? 15/2/2021 ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറങ്ങി, കരട് വിജ്ഞാപനം ഇറങ്ങി. ഇത് ഇറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പൊതുജനങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായമോ മറ്റു കാര്യങ്ങളൊന്നും അറിയാതെ ചോദിക്കാതെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ MLA-യും ഇവിടെ അന്നത്തെ മന്ത്രിയും വനം മന്ത്രിയും എല്ലാം ഉൾപ്പെടെയുള്ള മീറ്റിങ്ങിൽ ഇതിനുള്ള നീക്കം നടത്തിയത്. ഇപ്പോഴും ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ സർക്കാർ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഏകപക്ഷീയമായി തികച്ചും ഏകാധിപത്യപരമായ ഒരു നടപടിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് പരിസ്ഥിതിക്ക് ദോഷമാണ്, ജനങ്ങളുടെ ജീവിതത്തിന് ദോഷമാണ്, ഇവിടുത്തെ മത്സ്യ തൊഴിലാളികൾക്ക് ദോഷമാണ്. എല്ലാ തരത്തിലും ഇതൊരു ആഘാതം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടുത്തെ ഈ പുഴ കഴിഞ്ഞ പ്രളയത്തോടു കൂടി ഒരുപാട് ഏക്കൽ വന്നടിഞ്ഞുകൂടി പുഴ നികന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സ്യബന്ധനം നടക്കുന്നില്ല. അടിയന്തരമായിട്ട് ഈ പുഴയിലെ ചെളി നീക്കി ഇവിടെ വെള്ളം സംഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത ശക്തമായൊരു മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ പുഴയിൽ നിൽക്കാതെ കരയിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടാവും. 2018 സമാനമായ രീതിയിൽ തന്നെ സംഭവിക്കാകില്ല. അതെ, വലിയൊരു പ്രളയത്തിന്റെ ഭീഷണിയിലാണ് ഇവിടെ ആളുകൾ നിൽക്കുന്നത്. മാത്രമല്ല ഈ CRZ കാറ്റഗറിയിൽ നിന്ന് മാറ്റം വരും. തീർച്ചയായിട്ടും അത് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഇനി വീടുകൾ പൊളിച്ചു പണിയുന്നതിനോ മറ്റു മെയിൻ്റെനൻസ് നടത്തുന്നതിനോ സ്ഥലം കൈമാറ്റം ചെയ്യുന്നതിനോ ഭൂമി പണയം വെക്കുന്നതിനോ ഒന്നും പറ്റാത്ത സാഹചര്യം എല്ലാവരും ഒഴിഞ്ഞു പോകും. കുടിയിറക്കിന്റെ ഭീഷണിയിലാണ് ഇവിടുത്തെ ആളുകളുള്ളത്. അപ്പൊ ഇപ്പോഴും ഇവിടുത്തെ ആളുകളുടെ കഷ്ടപ്പാട് കാണാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് ഇതുവരെ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായൊരു അതായത് ജനത്തിന്റെ ആശങ്ക ഒന്ന് ദൂരീകരിക്കാൻ വേണ്ട നടപടികൾ പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അനുമതിയോ അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും യാതൊരു അനുമതിയോ ഇല്ലാതെയാണ് ഈ ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. പഞ്ചായത്തിന്റെ BTR-ലുള്ള ഇതാണ് ഇപ്പോഴും പഞ്ചായത്ത് അധികാരികളോട് പ്രത്യേകിച്ച് അവരുടെ കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴുള്ള പഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ ഭരിക്കുന്ന MLA-ക്ക് ഈ നടപടിയുമായി മുന്നോട്ട് വന്ന MLA-ക്ക് ഒപ്പം നിന്നുകൊണ്ട് മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മൗന അനുവാദം കൊടുത്തതുപോലെയാണ്. അതിൽ അത്യധികം പ്രതിഷേധാർഹമാണ്. ഇത്രയധികം ജനകീയ സമരങ്ങൾ നടന്നിട്ടും അത് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴത്തെ പഞ്ചായത്ത് അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പഠിക്കാൻ സർക്കാർ തയ്യാറാവണം. ഒരു സർവേ ഇവിടെ നടത്തണം. ഇവിടുത്തെ പരിസ്ഥിതി സർവേ നടത്തണം, ജനങ്ങളുടെ അഭിപ്രായ ശേഖരണം നടത്തണം. എന്നിട്ട് മാത്രമേ ഈ കരട് വിജ്ഞാപനത്തിൻ്റെ മുകളിലൊരു
തുടർ നടപടിക്ക് സർക്കാർ മുന്നോട്ട് പോകും. ഏറ്റവും നല്ലത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ഈ കരട് വിജ്ഞാപനം പിൻവലിക്കുക. എല്ലാ ദുരഭിമാനവും വെടിഞ്ഞ് ഇവിടുത്തെ ജനങ്ങളുടെയും പരിസ്ഥിതിയെ നന്മയെ കരുതി ഈ കരട് വിജ്ഞാപനം പഠന വിധേയമാക്കുക. ഇതിനെതിരും സർക്കാർ അല്ലാതെ നമ്മൾ ഇതിനെതിരല്ല. ആദ്യം ഒന്ന് പഠിക്കണം, പഠിച്ച ശേഷം ഇവിടുത്തെ ജനത്തിന്റെ മനസ്സൊന്ന് അറിയണം. അതിനുശേഷം വിജ്ഞാപനമായിട്ട് മുന്നോട്ട് പോകാനായി അല്ല, അതിനുശേഷം വിജ്ഞാപനമായി മുന്നോട്ട് പോകുവാൻ അനുവദനീയമാണെങ്കിൽ, പക്ഷെ അനുവദനീയമല്ല അപ്പോഴും. അല്ല, ഇപ്പോഴത്തെ നമുക്ക് ഇവിടുത്തെ ആളുകളോട് തീർച്ചയായിട്ടും നമ്മുടെ അനുകൂലമല്ല, ഒരു തരത്തിലും ഈ അനുകൂലമാവില്ല. കാരണം ഇവിടുത്തെ പഠനവിധേയമാക്കിയാൽ ഒരിക്കലും അനുകൂലമാവില്ലല്ലോ. പഠനവിധേയമാക്കാനെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ. മുന്നോട്ട് വരാൻ തയ്യാറാകാത്തത് ദുരൂഹമാണ്. ഞാൻ തൊട്ട് എളവള്ളി പഞ്ചായത്തിൽ താമസമാറാണ്. അവിടേക്ക് ഈ പുഴ ചെളിമുടിയ കാരണം ഇവിടുന്നാണ് വെള്ളം വരുന്നത്. അതുമൂലം വെള്ളം ഒഴുക്ക് നിന്ന് പ്രളയം വരാൻ സാധ്യതയുണ്ട്. കുടിവെള്ളം വരെ ഉപ്പുവെള്ളമായി മാറിയിരിക്കുകയാണ്. ഈ കരട് വിജ്ഞാപനം വന്നുകൊണ്ട് ചെളി നിൽക്കാൻ പഞ്ചായത്തുകാരും ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. മെയിനായിട്ട് അനുവാദം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായും ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒറ്റ ആശയം എന്ന് പറയുന്നത് ഒരു പുനഃപരിശോധന, അടിയന്തരമായൊരു പുനഃപരിശോധന നടത്തണം. അതിനുശേഷം ഒരു പഠന വിധേയമാക്കിയിട്ട് നടപടിയിലേക്ക് മുന്നോട്ട് പോകണം. ഈ പരിസരവാസികളുടെ ഒരാളോട് പോലും, എന്തിനേറെ പറയും ഇതിൻ്റെ നേതൃത്വം നിലയ്ക്കുന്ന ആരോട് പോലും ഇതിൻ്റെ ചർച്ചയ്ക്ക് പോലും ഇതിൻ്റെ പഠന വിധേയമാക്കാണ്ടിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ വന്നാലുണ്ടാകുന്ന ആശങ്കയെല്ലാം ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പോലും ഒരു ചെറു വിരൽ അനക്കാൻ പോലും അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല. ആദ്യം അവിടെ നിന്ന് തുടങ്ങണ്ടേ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇത് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമേ അല്ല. ഈ സംഗതി ഏറ്റെടുത്ത നടപടി റദ്ദാക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഈ നാടിനില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാരണവശാലും ഇത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി വേറെ വളഞ്ഞൊരു വഴിയിലൂടെ നടപ്പാക്കാവുന്ന ഒരു രീതിയിലേക്കും ഇത് കൊണ്ടുപോകാൻ ഈ നാട് സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. 2021 ജനുവരി 1 തീയതി രാമനിലയത്തിൽ ഈ പറയുന്ന MLA-മാരെയും ഉദ്യോഗസ്ഥന്മാരെയും മാത്രം വിളിച്ചുകൊണ്ട് യോഗം നടത്തിയിട്ട് ആ യോഗ തീരുമാനമനുസരിച്ചാണ് കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അതിനു മുമ്പ് അതേ വനംവകുപ്പ്, അന്നത്തെ വനംവകുപ്പ് മന്ത്രി രാജു ആണ് ആ യോഗം വിളിച്ചത്. അതേ വനംവകുപ്പ് പാവറട്ടി പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ 234 ഏക്കർ വനഭൂമി പുഴ പുറമ്പോക്ക് അവർക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് കത്തയച്ചിട്ടുണ്ട്. ഇത് അവരുടേതല്ല എന്ന് വനംവകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കത്തയക്കുമ്പോൾ അതിന് മറുപടിയായി പാവറട്ടി പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത്, ഒരു കാരണവശാലും ഇത് നിങ്ങൾക്ക് വിട്ടുതരുന്ന വിഷയമില്ല, ഇത് ഞങ്ങൾ നടത്തിക്കോളാം, ഇവിടുത്തെ ഏത് വികസനവും ഞങ്ങൾ തന്നെ നടത്തിക്കോളാം എന്ന് പറഞ്ഞവരാണ് പാവറട്ടി പഞ്ചായത്ത്. അപ്പൊ അങ്ങനെ പഞ്ചായത്ത് പറഞ്ഞിരിക്കെ ആ പഞ്ചായത്തിനെയോ അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയോ ഇവിടെയുള്ള മറ്റ് ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെയോ ആരെയും തന്നെ വിളിച്ചു ചേർക്കാതെ കേവലം MLA-മാർ മാത്രം ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് അത് പിന്നെ കരട് വിജ്ഞാപനത്തിലൂടെ അത് പിന്നെ കണ്ടൽ വനമായി പ്രഖ്യാപിക്കുകയാണ് നല്ലതെന്ന് അവർ സ്വയം തീരുമാനിക്കുന്നത് ഒരു പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല. ഒരു പഠനം നടന്നിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് ഒരു സ്ഥലത്തും ഒരു പുഴയെ കാടാക്കി മാറ്റുന്ന പരിസ്ഥിതിക്ക് വിരുദ്ധമായ നടപടി നടന്നിട്ടില്ല. അത് നടത്താൻ, പരിസ്ഥിതിക്ക് വിരുദ്ധമായ ഒരു നടപടി നടത്താൻ സർക്കാർ മുന്നോട്ട് പോയാൽ അതിനെതിരെ സമരം ചെയ്തിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനും കേസ് കൊടുത്ത ഒരാളാണ്. ഹൈക്കോടതിയിൽ നിലവിൽ കേസ് നടക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച അതിൽ ഒരു അനുകൂലമായ
അനുകൂലമായ ഒരു സ്റ്റേ ഉത്തരവ് ഏറ്റെടുത്ത നടപടി സ്റ്റേ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. കോടതിയുടെ കാര്യമാണ് എങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയിൽ കോടതിയുമായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് തന്നെയാണ് ആ തരത്തിൽ പോകുന്നത്. ഇവിടെ തീരദേശ സംരക്ഷണ സമിതി അടക്കമുള്ള നിരവധി സംഘടനകൾ ഇത് ഏറ്റെടുത്ത നടപടി ശരിയല്ല എന്ന് പറയുകയും റദ്ദാക്കണമെന്ന് ഈ നാട് ഒന്നടങ്കം പറയുന്ന സാഹചര്യത്തിലാണ് നിൽപ്പ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രദേശത്തിന്റെ വികാരത്തെയാണ് ഈ നിമിഷങ്ങളോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സംസാരിച്ച ആളുകളെല്ലാം തന്നെ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് റദ്ദ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഇത് വന്നാൽ പോലും ഉണ്ടാവുന്ന ഇവിടുത്തെ പാരിസ്ഥിതികമായ ബുദ്ധിമുട്ടുകൾ, ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത് റദ്ദാക്കുക തന്നെയല്ലേ അടിയന്തരമായ നടപടി? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഈ ഒരു ജനതയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും പൈതൃകവും പേറുന്ന ഈ പെരിങ്ങാട് പുഴ, നമ്മളൊക്കെ കളിച്ചു വളർന്ന ഈ പെരിങ്ങാട് പുഴയുടെ സൗന്ദര്യം അത് അതിൻ്റെ ആ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ടൂറിസം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. അത് ടൂറിസം മേഖലയിൽ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, പ്രത്യേകിച്ചും പെരിങ്ങാട് പുഴയുടെ സൗന്ദര്യം അത് നുകരാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് അത് നുകരാനുള്ള അവസരം, പ്രകൃതി മനോഹാരിത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്കാരവും പൈതൃകവും പേറുന്ന പെരിങ്ങാട് പുഴയെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അതിനായിട്ട് മരണം വരെയും പോരാടും. ഈ ജനത ഒരിക്കലും പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപനം വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രദേശവാസികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ജനങ്ങൾ അറിയുന്നതിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്ത് ഇവിടെ പല അത്തരം മീറ്റിങ്ങുകളും പഞ്ചായത്തും മറ്റധികാരികളുമായി ചർച്ച ചെയ്തതിനു ശേഷം നിരവധിയായ ചർച്ചകൾക്ക് ശേഷം വരേണ്ട ഒരു വിഷയമാണ്. നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പല സ്ഥലത്തും കാടുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പല കാരണങ്ങളാൽ. അത് മറ്റൊരു സ്ഥലത്ത് അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ അത് കാടാണോ നാടാണോ, ജനങ്ങളുണ്ടോ, അവിടുത്തെ ജനങ്ങൾ എന്തെല്ലാം ഇവിടുത്തെ ജനവാസ മേഖല നിറഞ്ഞ അതാണ്. ഈ പുഴയെ ഒരു അമ്മയായി കാണുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോടൊരു അഭിപ്രായ ശേഖരണമെങ്കിലും നടത്തേണ്ടത് മൗലികമായ ആവശ്യമാണ്. ഇല്ല, മൗലികമായ അവകാശം ലംഘിക്കപ്പെട്ടേക്കാണ്. അദ്ദേഹം പറഞ്ഞത് ദന്തഗോപുരങ്ങളിലിരുന്ന് ചില്ലുമേടകളിലിരുന്ന് ഈ നിയമം സൃഷ്ടിക്കുന്ന ആളുകൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നില്ല. ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ ഈ വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഏറ്റെടുത്ത ഭൂമിക്ക് കാരണമായി പറയുന്നത് ഇവിടെ കാണുന്ന ഒരു തരി കണ്ടലും അവിടുത്തെ കാണുന്ന ഒരു തരി കണ്ടലും കണക്കാക്കുമ്പോൾ 2%, കേവലം 234 ഏക്കറിൻ്റെ 2% താഴെ മാത്രം ഈ കണ്ടൽ ഈ പുഴയരികിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഏറ്റെടുത്തിട്ട്, അല്ലെങ്കിലോ ഇത് പുഴ പുറമ്പോക്കാണ്, ഒരു പിന്നെ എന്താ പറയുക ബാക്ക് വാട്ടറാണ്, തേറ്റുവ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. ഇവിടെ CRZ അപ്ലിക്കബിൾ ആണ്. പല ഘട്ടങ്ങൾ അതിലുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ പറയുന്ന കണ്ടൽ വനമായി ഇത് മാറ്റുക കൂടി ചെയ്യുമ്പോൾ ഈ നാട്ടിൽ 500-1000 മീറ്റർ
ചുറ്റും ഒരു എയർ ഡിസ്റ്റൻസിൽ അതിനുള്ളിലൊക്കെ ഈ പറയുന്ന ബഫർ സോൺ വരുമ്പോൾ നാട്ടുകാർ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ചേറ്റുവയിലെ ആ ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ള കണ്ടൽ വനമേഖല മറ്റേ കാജയുടെ ഐലൻഡിനോട് ചേർന്നിട്ടുള്ളത് ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മളൊന്നും അത് അറിഞ്ഞു പോലുമില്ല. അങ്ങനെ ഏറ്റെടുത്ത ആ ഭൂമി അത് ഒരു പക്ഷി സങ്കേതമാക്കി മാറ്റാനുള്ള ശ്രമം സർക്കാർ നടത്തുമ്പോൾ നമ്മൾ മംഗളവനത്തിന്റെ അവസ്ഥയാണ് വരിക. മംഗളവനം വന്നതുകൊണ്ട് ഹൈക്കോടതിയെ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്? എവിടേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ തന്നെ ഇതിന് പഞ്ചായത്ത് നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അവരത് ചെയ്യുന്നില്ല പല കാരണങ്ങൾ കൊണ്ട്, അത് നമുക്കറിയാം. പക്ഷേ ഇത് സർക്കാർ ഒരു ഒപ്പിട്ടാൽ തീരുന്ന വിഷയമാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയോ വനം വകുപ്പ് മന്ത്രിയോ ഇത് ഏറ്റെടുത്ത നടപടി ആരാണോ ചെയ്തത് അവരിത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഒപ്പിട്ടാൽ തീരുന്ന വിഷയം. മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. ഇത് ഒരു ഇതുപോലെയുള്ള ഒരു സ്ഥലം കരട് വിജ്ഞാപനത്തിലൂടെ കണ്ടൽ വനമായി പ്രഖ്യാപിക്കാൻ ചില നടപടിക്രമങ്ങളുണ്ട്. ഈ 2-3 വർഷമായിട്ട് ഒരു നടപടിക്രമവും ഇവർ പാലിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. അങ്ങനെ ഒരു നടപടിക്രമവും പാലിക്കാതെ ഇതൊരു സൂത്രത്തിലൂടെ ഇത് മറ്റു പലയിടങ്ങളിൽ പിന്നെ മലയോര ഹൈവേ അടക്കമുള്ള സംഗതികൾ അല്ലെങ്കിൽ ഇടുക്കിയിലെ ചില പ്രമാണിമാർ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് അനുസൃതമായി ഈ ഭൂമിയെ ഈ പുഴയെ അവർക്ക് വനമായി പതിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണെങ്കിൽ അതിനെതിരെ ശക്തമായ പോരാട്ടമുണ്ടാവും. ഈ നാട് ഒന്നിച്ച് ഇതിനെതിരെ നിൽക്കും എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ പുഴ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു റൗണ്ടാണ്. ഇതിൽ 100 മീറ്റർ വീതിയാണ് ഇതിൻ്റെ എൻഡിലുള്ളത്, പുറത്തേക്ക് കിടക്കാനുള്ള എൻഡിലുള്ളത്. അതുപോലെ തന്നെ ചേറ്റുവല്ല നമ്മളുടെ ഇടിയഞ്ചിറ പാലം ബ്രിഡ്ജ് അത് നിൽക്കുന്നത് 75 മീറ്ററാണ്. അതേപോലത്തെ ഒരു പാലം അവിടെ പണിയാണെങ്കിൽ, പാലോ അല്ലെങ്കിൽ ഇടക്കെട്ടോ ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഇവിടെ ശുദ്ധജല തടാകമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ആ ശുദ്ധജല തടാകമാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ തന്നെ എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റത്തക്ക രീതിയിൽ ഈ പുഴയെ മാറ്റിയെടുക്കാൻ പറ്റും. അത്രയും സുന്ദരമായൊരു പുഴയാണ് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് ഈ ജനങ്ങളുടെ നാട്ടുകാരുടെ എതിർപ്പ്. എന്നുവെച്ചാൽ കുടിവെള്ളത്തിന് ഏറ്റവും ക്ഷാമം അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ പെരിങ്ങാടും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഭാഗമാണ്, നമ്മളുടെ ഈ ഭാഗമാണ്. ഇവിടെയൊക്കെ അനുഭവിക്കുന്ന ശുദ്ധജലത്തിൻ്റെ പ്രശ്നം ലഭ്യത പരിഹരിക്കാൻ കൂടി ഈ ഒരു പുഴയെ ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഈ പുഴയെ അത് ഉപയോഗിക്കാതെയാണ് നിൽക്കുന്നത്. ആകെ 100 മീറ്റർ സ്ഥലം മാത്രം വളയംകെട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബ്രിഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിത് കഴിഞ്ഞാൽ ചുറ്റുവശം പോവാവുന്ന രീതിയിൽ റോഡും ഉണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളം ശുദ്ധജല തടാകമായി തന്നെ നിലനിൽക്കും. അതും കൂടിയാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ ആവശ്യം, ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. അതൊക്കെയാണ് ആവശ്യം. എന്ത് തന്നെയാണെങ്കിലും അർഹമായ ഒരു പ്രാധാന്യം ഈ വിഷയത്തിന് കൊടുക്കണം. ഈ നടപടി റദ്ദ് ചെയ്യണമെന്ന് തന്നെയാണ് പ്രദേശവാസികളും ഈ തീരദേശ സംരക്ഷണ സമിതിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ മറ്റൊരു ജനകീയ വിഷയമായി ഇതേ സമയം ഇതേ നേരം കണ്ടുപിട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിച്ചു. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.